ഒന്നുമില്ലാത്തോടത്തുനിന്നല്ലേ റസൂല് തുടങ്ങിയത്. ആരുണ്ടായിരുന്നില്ല കൂടെ. വിരലിലെണ്ണാവുന്ന കുറച്ചു പേര് മാത്രം. ശത്രുക്കളുടെ അക്രമം സഹിക്കാൻ കഴിയാതെ റസൂലും സ്വഹാബത്തും മക്ക വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോവാണ്. തങ്ങളെ കൊലപ്പെടുത്താൻ വന്ന ശത്രുക്കളെ കബളിപ്പിച്ചായിരുന്നു യാത്ര. റസൂല രക്ഷപ്പെട്ടു എന്നറിഞ്ഞ ശത്രുക്കൾ ഉടനെ ഒരു വിളംബരം നടത്തി. മുഹമ്മദിനെ ജീവനോടെയോ അല്ലാതെയോ കൊണ്ടുവരുന്നവർക്ക് 100 സ്വർണ്ണ നാണയം സമ്മാനം. ശത്രുക്കൾ 4 ഭാഗത്തേക്കും ഓടാൻ തുടങ്ങി. ഈ സമയം സൗർ ഗുഹക്കുള്ളിൽ റസൂലും സിദ്ദീഖ് തങ്ങളും ഇരിക്കായിരുന്നു. ശത്രുക്കൾ അവിടെയും എത്തി. സിദ്ദീഖ് തങ്ങൾ പേടിച്ച് നബിയോട് പതുക്കെ പറഞ്ഞു, നബിയെ, അവരൊന്ന് കുനിഞ്ഞു നോക്കിയാ നമ്മളെ കാണും. റസൂലുള്ള പുഞ്ചിരി തൂക്കി മറുപടി പറഞ്ഞു, സിദ്ദീഖ് തങ്ങളെ, നിങ്ങൾ പേടിക്കണ്ട, പടച്ചോണ്ട് നമ്മുടെ കൂടെ. ആശ്വാസമായിരുന്നു ആ വാക്ക്. ഗുഹക്ക് പുറത്തെ അവസ്ഥ കണ്ട് ഇവിടെ ആരും കയറിയിട്ടില്ല എന്ന മട്ടിൽ ശത്രുക്കൾ തിരിച്ചുപോയി. പലപ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും ബുദ്ധിമുട്ടുകൾ